കുഞ്ഞൂട്ടൻ തുടങ്ങുന്നു. അവനെ ചൂണ്ടി പറഞ്ഞു. ഹായ്, നല്ലൊരു മരപ്പാവക്കുട്ടി. നീ കാണികൾക്കിടയിൽ ഇരിക്കേണ്ടവനല്ല. ഇവിടെ വന്ന് ഞങ്ങൾക്കൊപ്പം കളിക്കൂ. ശരിയാ, നീ കൂടി വന്നാൽ നമുക്കീ പാവക്കളി ഉഷാറാക്കാം, പച്ചപ്പാവ പറഞ്ഞു. കുഞ്ഞൂട്ടനെയും സന്തോഷിപ്പിച്ചു. ആ ക്ഷണം അവൻ കൂടുതലൊന്നും ആലോചിക്കാതെ ഒറ്റച്ചാട്ടത്തിന് അരങ്ങിലെത്തി. അപരിചിതനായ മരപ്പാവയെ കണ്ട് കാണികൾ കൂക്കി വിളിക്കുകയും കൈയടിക്കുകയും ചെയ്തു. ആ ബഹളം കൊണ്ട് കൊട്ടകയാകെ ഇളകിമറിഞ്ഞു. പാവക്കളി കുറച്ചു നേരത്തേക്ക് തടസ്സപ്പെട്ടു. കാണികൾ പലരും ഇരിപ്പിടങ്ങളിൽ കയറി തുള്ളിച്ചാടി. അകത്ത് വിശ്രമിക്കുകയായിരുന്ന കമ്പനിയുടമ തീമനുഷ്യൻ ഇതെല്ലാം കേട്ട് അമ്പരന്നു. കൊട്ടകയിൽ അപകടകരമായ എന്തോ സംഭവിച്ചിരിക്കുന്നുവെന്നും അയാൾക്ക് തോന്നി. കുരുത്തം കെട്ട പച്ചപ്പാവയും ചെമ്പവയും മനഃശാ ശപിച്ചു അയാൾ അങ്ങോട്ട് ഓടിയെത്തി. അജാനുബഹുവായ ആ നീണ്ട താടിക്കാരനെ കണ്ടാൽ തന്നെ പേടി തോന്നുമായിരുന്നു. ദേഷ്യം വന്നാൽ ആ വട്ട കണ്ണുകളിൽ നിന്ന് തീപാറുമായിരുന്നു. അങ്ങനെയാണ് അയാൾക്ക് തീമനുഷ്യൻ എന്ന പേര് വീണത്. തീമനുഷ്യൻ അവിടെ എത്തിയപ്പോൾ പാവക്കളി മുടങ്ങിയിരിക്കുകയായിരുന്നു. കാണികൾ ക്ഷമ നശിച്ച് ആർത്ത് വിളിക്കുന്നു. അവർ അക്രമാസക്തരായാൽ ഏത് നിമിഷവും കൊട്ടക തകർന്നു വീഴുമെന്നും അവസ്ഥയാണ്. അയാൾ കണ്ണുകളിൽ നിന്ന് തീ പാറിച്ചു അരങ്ങിലേക്ക് ഓടി കയറി അലറി വിളിച്ചു. ഒന്ന് നിർത്തടോ, നിന്റെ ഈ തോന്നിവാസം കാട്ടാനല്ല ഞാൻ ഈ കമ്പനിയും കൊട്ടകയും ഉണ്ടാക്കിയത്. അപ്പോഴാണ് അയാൾ കുഞ്ഞൂട്ടനെ കാണുന്നത്. ഇന്നത്തെ പ്രദർശനം അലങ്കോലമാക്കിയത് അപരിചിതനായ ആ മരപ്പാവയാണെന്നറിഞ്ഞപ്പോൾ അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു. അയാൾ അവൻ്റെ മരച്ചിവിൽ പിടിച്ചു തിരുമ്മി. എടാ, നീ എന്തിനാ ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കിയേ? പാവക്കളി കാണാൻ വന്നവൻ എവിടെയെങ്കിലും അടങ്ങിയിരുന്നത് കണ്ടാ പോരെ? ഏയ്, നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചതാണ്. മറ്റുള്ളവരെ പോലെ ഞാനും 2 നാണയം കൊടുത്ത് ടിക്കറ്റ് എടുത്താണ് കൊട്ടകയിലെത്തിയത്. നിങ്ങളുടെ പച്ചപ്പാവയും ചെമ്പയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ അരങ്ങിൽ കയറിയത്. അവൻ വിശദീകരിച്ചു. അതൊന്നും തീമനുഷ്യൻ്റെ കോപമടക്കാൻ പോന്നതായില്ല. അയാൾ അവനെ ചെവിയിൽ തൂക്കിയെടുത്ത് അകത്തേക്ക് പോയി ഇങ്ങനെ പുലമ്പിക്കൊണ്ടു. നോക്കിക്കോ, നിന്റെ ഈ അഹങ്കാരം ഞാൻ ഇന്ന് തന്നെ തീർത്തേക്കാം. കൊട്ടകയിൽ പാവക്കളി തുടങ്ങിയിരുന്നു. അപ്പോൾ കൊട്ടകയ്ക്ക് പുറകിൽ തീമനുഷ്യൻ ആഹാരം പാചകം ചെയ്യുമായിരുന്നു. അപ്പോൾ അടുപ്പിൽ വെച്ചിരുന്ന മൺകലത്തിൽ ആട്ടിറച്ചി പാതി വെന്ത നിലയിലാണ്. അയാൾ അവനെ ഒരു മൂലയിൽ നിർത്തി. അപ്പോഴേക്കും പാവക്കളി മുഴുമിപ്പിച്ച് പച്ചപ്പാവയും ചെമ്പവയും അവിടെ എത്തി. ആട്ടിറച്ചി വെന്ത മണം അവരുടെ മൂക്കിൽ അടിച്ചു കയറി. അവരുടെ വായിൽ കപ്പലോടിക്കാനുള്ളത്ര വെള്ളം നിറഞ്ഞു. അടുപ്പിൽ വിറകുകൾ ഏതാണ്ട് കത്തിത്തീർന്നിരുന്നു. ഇറച്ചിയാണെങ്കിൽ ഇനിയും വേവാനുണ്ട്. തീമനുഷ്യൻ വിറകിനായി അവിടെ എങ്ങും തിരഞ്ഞു. ഒരു കഷ്ണം വിറക് പോലും അവിടെ എങ്ങും കണ്ടില്ല. അപ്പോഴാണ് അയാൾക്ക് കുഞ്ഞുകുട്ടനെക്കുറിച്ച് ഓർമ്മ വന്നത്. അയാളുടെ മുഖം തെളിഞ്ഞു.